ഏവർക്കും സ്നേഹവന്ദനം. ഈ പറയുന്ന പ്രത്യേക വിഷയത്തിൻ്റെ 2 എപ്പിസോഡുകൾ, മുൻ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് അതിനെ തുടർന്നുള്ള മനുസ്മൃതിയെ സംബന്ധിച്ചുള്ള 3-ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ വളരെ കൃത്യമായിട്ട് വേറെ ചില വസ്തുതകൾ ചരിത്രപരമായിട്ട് ആധികാരികമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ദയവുണ്ടായിട്ട് ഇത് നിങ്ങളുടെ സ്നേഹിതർക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കണം. കാരണം നമ്മുടെ കേരളത്തിൽ പലപ്പോഴും ക്രൈസ്തവർക്കെതിരെയൊക്കെ പറയുന്നത് ഇവിടുത്തെ സനാതന ധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം ക്രിസ്ത്യൻ മിഷണറിമാരും പാതിരിമാരും സിസ്റ്റേഴ്സും അതുപോലെ പാസ്റ്റർമാരും ഒക്കെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് വസ്തുതാപരമായിട്ടുള്ള മറുപടിയാണ് ഞാൻ ഈ എപ്പിസോഡുകളിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് 3-ാമത്തെ എപ്പിസോഡിലേക്ക് വരികയാണ്. മനുസ്മൃതി, അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് നമ്മുടെ രാജ്യത്ത് നടമാടിയിരുന്ന ഐക്യതാ ബോധത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്തു, അതെങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വിഘടനവാദം കൊണ്ടുവന്നു, എങ്ങനെ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതകളെ തച്ചുടച്ചു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ കാണുകയുണ്ടായി. ഇന്ന് മനുസ്മൃതിയുടെ ഭരണവും അതിൻ്റെ നിയമവും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് പ്രാരംഭമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനകത്ത് പ്രധാനമായിട്ട് മനുസ്മൃതി ചാതുർവർണ്ണ്യം കൊണ്ടുവന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ചാതുർവർണ്ണ്യത്തിൽ ഓരോ വർണ്ണങ്ങൾക്കും അവരുടേതായിട്ടുള്ള നിയമങ്ങൾ സ്ഥാപിതമാക്കി. അത് വർണ്ണാശ്രമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർണ്ണം എന്ന് പറയുന്നത് ജന്മദത്തമായിട്ടുള്ളതാണ്. അതൊരിക്കലും മാറ്റപ്പെടാൻ കഴിയുകയില്ല. അതിനെയാണ് അവർ സനാതന ധർമ്മം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സനാതന ധർമ്മം എന്ന് ഏതെങ്കിലും ഒരു വിവരമില്ലാത്ത വ്യക്തി പറയുമ്പോൾ ഓർത്തു കൊള്ളണം, അവന്റെ അറിവിന്റെ പാപ്പരത്വം വിളിച്ചു പറയുകയാണ്. ഇവിടെ സനാതന ധർമ്മം നിലനിൽക്കണമെന്ന് പറയുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്നവരുടെ പേരിൽ കേസെടുക്കണമെന്നുള്ളതാണ് എന്നെ പോലെയുള്ള ആളുകളുടെയൊക്കെ വിവക്ഷ. അവർ പറയുന്നത് തീർച്ചയായിട്ടും ഈ മനുസ്മൃതിയെ മടക്കിക്കൊണ്ടുവരണമെന്നാണ് ഇത്തരക്കാർ പറയുന്നത്. ഇവിടുത്തെ സാമൂഹിക സന്തുലന അവസ്ഥകളെ തച്ചുടയ്ക്കാനാണ് അത്തരക്കാരുടെ വെമ്പൽ. അവരെ കയ്യാമം വെച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ആളുകൾക്ക് സധൈര്യം പറയാനായിട്ട് കഴിയുന്ന. കാരണം അത് ഈ രാജ്യത്തിന് തിന്മയുണ്ടാക്കുകയുള്ളൂ, നന്മ ഒരിക്കലും കൊണ്ടുവരികയില്ല. ഞാൻ അതിന്റെ 3-ാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. രാജാവിന്റെ സ്ഥാനം. മനുസ്മൃതി പ്രകാരം രാജാവ് ദൈവിക പ്രതിനിധിയായിരുന്നു. അവൻ സമൂഹത്തിലെ ധർമ്മം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. രാജാവ് ധർമ്മത്തിന്റെ രക്ഷകനായ ബ്രാഹ്മണന്മാരുടെ ഉപദേശം അനുസരിക്കണം എന്നും വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അതായത് ഭരണാധികാരം രാജാവിനുണ്ടെങ്കിലും അധികാരത്തിന്റെ ആത്മാവ് ബ്രാഹ്മണർക്കാണ്. മനുസ്മൃതി 7:31 പറയുന്നത് രാജാവ് ധർമ്മത്തെ സംരക്ഷിക്കണം. ധർമ്മം നഷ്ടപ്പെട്ടാൽ രാജ്യം നിലനിൽക്കുകയില്ല. രാജാവിന്റെ കടമകൾ എന്തൊക്കെയാണ്? രാജാവ് ന്യായം നടപ്പാക്കണം, കുറ്റവാളികളെ ശിക്ഷിക്കണം. അതിനായി അദ്ദേഹം ധർമ്മശാസ്ത്രം അഥവാ ധർമ്മ നിയമങ്ങൾ ആശ്രയിക്കണം. അത് മനുസ്മൃതിയാണ്. രാജാവ് നികുതി ഈടാക്കണം, പക്ഷേ ജനങ്ങളെ അധീനരാക്കുന്ന രീതിയിൽ മാത്രമേ പാടുള്ളൂ. യുദ്ധത്തിനും രാജ്യസംരക്ഷണത്തിനും ക്ഷത്രിയ രാജാവിനൊപ്പം പ്രവർത്തിക്കണം. അതിനെക്കുറിച്ച് PV കാനെ അഭിപ്രായപ്പെടുന്നത് മനുസ്മൃതിയിൽ രാജാവ് പ്രധാനമായും ധർമ്മത്തിന്റെ കാവലാളാണ്. ധർമ്മം എന്ന് പറയുന്നത് നിയമങ്ങളാണ്. സ്വതന്ത്രനായ നിയമ നിർമ്മാതാവല്ല അദ്ദേഹം. ദ കിങ് ഈസ് മനുസ്മൃതി ഈസ് പ്രൈമർലി എ ഗാർഡിയൻ ഓഫ് ധർമ്മ, നോട്ട് ആൻ ഇൻഡിപെൻഡന്റ് ലോ മേക്കർ. ആരിൽ കൂടെ അത് നടക്കുകയുള്ളൂ? ആ നിയമങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം തന്നെ ബ്രാഹ്മണന്മാരായിരിക്കണം. അവരായിരിക്കണം ഈ നിയമം നടപ്പിലാക്കാനായിട്ട് ഇദ്ദേഹത്തോട് പറയേണ്ടത്. അപ്പൊ അതിന്റെ ശിക്ഷാ നിയമങ്ങൾ ദണ്ഡന നീതി എന്ന് പറയും, ദണ്ഡനീതി എന്നൊക്കെ അതിനെ വിളിക്കും. മനുസ്മൃതി ഭരണത്തിൽ കടുത്ത ശിക്ഷാ നയം നിർദ്ദേശിച്ചു. കുറ്റത്തിന്റെ സ്വഭാവം മാത്രമല്ല, കുറ്റം ചെയ്തവന്റെ വർണ്ണവും ജാതിയും കൂടി പരിഗണിച്ചു. അതാണ് രസം. നമ്മൾ ഇത് കേൾക്കുമ്പോൾ അതിനെന്താ ശിക്ഷ കൊടുക്കേണ്ടിയല്ലേ, കുറ്റവാളി ശിക്ഷിക്കപ്പെടേണ്ടിയല്ലേ എന്നൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ കൂടെ വരുന്നതെങ്കിൽ ബ്രാഹ്മണർക്കുള്ള ശിക്ഷ വളരെ ലഘുവായിരുന്നു. അതിനെക്കുറിച്ച് വളരെ കൃത്യമായ ചില ഉദാഹരണങ്ങൾ പറയാറുണ്ട്, അത് ഞാൻ പറയാം. എന്നാൽ ശൂദ്രരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കിയിരുന്നു. മനുസ്മൃതി 8:380 പറയുന്നത് ബ്രാഹ്മണൻ വലിയ കുറ്റം ചെയ്താലും രാജാവ് അവനെ കൊല്ലരുത്, എന്നാൽ ശൂദ്രൻ അതേ കുറ്റം ചെയ്താൽ കടുത്ത ശിക്ഷ ലഭിക്കണം. വേറെ വാക്കിൽ പറഞ്ഞാൽ, ബ്രാഹ്മണൻ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ, ബോധപൂർവമോ അല്ലാതെയോ കൊന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണന് കൊടുക്കേണ്ട ശിക്ഷ അവന്റെ തുലാഭാരം തൂക്കണം.
എന്നിട്ട് അവന്റെ ആ തുലാഭാരത്തിനനുസരിച്ച് അവിടെ ഒരു താളി ഓലയും കൂടെ അവന്റെ കൈ കൊടുത്തിട്ട് വീണ്ടും അവനെ തൂക്കണം. തൂക്കം കൂടിയെങ്കിൽ അവന് ചെറിയ ശിക്ഷ കൊടുക്കണം, ഇല്ലെങ്കിൽ അവനെ ഫ്രീ ആയിട്ട് വിടണം. ഇതിലൂടെ നിയമം പോലും അസമത്വത്തെ അംഗീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നിയന്ത്രണം കൂടെ നിങ്ങൾ നോക്കണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഈ ബ്രാഹ്മണൻ ചെയ്ത അതേ കുറ്റം തന്നെയാണ് ഒരു ഔട്ട്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ചണ്ടാളൻ ചെയ്തതെങ്കിൽ അവന് കൊലശിക്ഷ തന്നെ കൊടുക്കണം. എന്നാൽ ഈ ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ പോറ്റി പുലർത്തിക്കണം. ഇതായിരുന്നു. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു നിയമമായിരുന്നു ഈ ഉപഭൂഖണ്ഡത്തിലെ 605 നാട്ടുരാജ്യങ്ങളിൽ നടപ്പായിക്കൊണ്ടിരുന്നത്. അപ്പോൾ വ്യാപാരവും കൃഷിയും വൈശ്യരുടെ കടമ എന്ന് നിർണയിച്ചു. രാജാവ് ഇവരുടെ നികുതിയും ഉൽപാദനവും നിയന്ത്രണം ചെയ്യണം. ശൂദ്രർക്ക് സ്വത്തവകാശം കുറവായിരുന്നു. അവർക്കുള്ള ഉടമസ്ഥതയും നിയമപരമായ സംരക്ഷണവും പരിമിതം ആയിരുന്നു എന്നുള്ളതാണ് മനുസ്മൃതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭരണത്തിന്റെ സാമൂഹ്യ സ്വാധീനം എന്ന് പറയുന്നത് മനുസ്മൃതിയിലെ ഭരണ നിയമ ചട്ടങ്ങൾ വർണ്ണ വ്യവസ്ഥയുടെ തുടർച്ച ഉറപ്പാക്കുന്നതായിരുന്നു. രാജാവിന്റെ അധികാരം മതാധികാരത്തിന് കീഴിൽ നിന്നു മുകളിലോട്ടല്ല, ബ്രാഹ്മണന് കീഴിലാണ് ഇപ്പോഴും രാജാവ്. അതിലൂടെ ബ്രാഹ്മണന്മാർ ആത്മീയ രാഷ്ട്രീയ നിയന്ത്രണം ഉറപ്പിച്ചു. അവര് ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല, അവർ രാഷ്ട്രീയ അധികാരവും തങ്ങളുടെ കൈപ്പിടിയിൽ വെച്ചിട്ട് രാജാവിനെ വെറും ഒരു കാവലാളായിട്ട് മാറ്റി. അതിനെക്കുറിച്ച് റോമിള ദാപ്പർ പറയുന്നത്, മനുസ്മൃതിയുടെ രാഷ്ട്രീയ ദർശനത്തിൽ രാജാവാണ് ഭരിക്കുന്നത്, എന്നാൽ തീരുമാനിക്കുന്നത് ബ്രാഹ്മണൻ. നമ്മൾ കേട്ടിട്ടില്ലേ, നീ പരത്തിക്കോ, ഞാൻ കോരി ഒഴിച്ചോളാം. കോരി ഒഴിക്കുന്ന ഞാനായിരിക്കും, നീ പരത്തിക്കോ എന്ന് പറയുന്ന പോലെ. അപ്പോൾ എല്ലാം ബ്രാഹ്മണനായിരിക്കും നിശ്ചയിക്കുന്നത്, അത് നടപ്പിൽ വരുത്തുന്നത് ഈ ക്ഷത്രിയനായിരിക്കും. അപ്പൊ സാമൂഹിക നിരവ്യവസ്ഥയെ നിലനിർത്താൻ തക്കോണം രൂപകൽപ്പന ചെയ്ത ഇരട്ട അധികാരത്തിന്റെ ഒരു രൂപം ആണിത് എന്നാണ് ദാപ്പർ പറയുന്നത്. ഇൻ ദ പൊളിറ്റിക്കൽ വിഷൻ ഓഫ് മനുസ്മൃതി, ദ കിങ് റൂൾസ് ബട്ട് ദ ബ്രാഹ്മിൻസ് ഡിസൈഡ്സ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഡുവൽ അതോറിറ്റി ഡിസൈൻ ടു പെർപിച്വേറ്റ് സോഷ്യൽ ഹൈറാർക്കി. സാമൂഹ്യമായിട്ടുള്ള ഉച്ച സ്ഥായിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു 2 തരത്തിലുള്ള അധികാര ശൃംഖലകളെ അവര് സൃഷ്ടിച്ചെടുത്തു. അതിനാൽ മനുസ്മൃതി ഭരണവും നിയമവും സമത്വത്തിനല്ല, നിയന്ത്രണത്തിനും വർണ്ണാധിഷ്ഠിത ക്രമത്തെയും സേവിക്കാനായിരുന്നു. അപ്പോൾ മനുസ്മൃതി നമ്മുടെ നാട്ടിൽ സനാതനധർമ്മം കൊണ്ടുവന്നു എന്ന് ഉച്ചസ്ഥരം പറയുന്നവര് ഓർത്തോണം, അവരുടെ അണ്ണാക്കിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതുപോലെയുള്ള ഈ വർണ്ണ വിവേചനങ്ങളും നിയമവ്യവസ്ഥയിലെ സന്തുലന ഇല്ലായ്മയും അതേപോലെ തന്നെ ബ്രാഹ്മണിസത്തിന്റെ മേൽക്കോയ്മയൊക്കെ. അത് ഓർത്തോണം. സാമ്പത്തിക ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കാം. തൊഴിൽ വിഭജനം. മനുസ്മൃതി പ്രകാരം സാമ്പത്തിക ജീവിതവും വർണ്ണ വ്യവസ്ഥയോടെ ബന്ധിക്കപ്പെട്ടു. ബ്രാഹ്മണർ പഠിപ്പിക്കൽ, യാഗങ്ങൾ നടത്തൽ, അതേപോലെ തന്നെ ദാനം സ്വീകരിക്കൽ, ഇതാണ് ഇത്രയും അവർക്കുള്ളതാണ്. ഞാനിത് പറയാൻ കാരണം, പ്രിയമുള്ളവരെ, ഇതൊന്നും നമ്മൾ പറയണമെന്ന് ആഗ്രഹിച്ചാൽ ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷെ നമ്മൾ പറയാതിരുന്നതിന്റെ കാരണം, ഇവിടെ നമ്മുടെ സമൂഹത്തിൽ സാഹോദര്യം നിലനിൽക്കാനും അത് ഊട്ടിയുറപ്പിക്കാനും അധ്വാനിക്കുന്നവരാണുള്ളത്. എന്നാൽ അതിന് വിഘാതമായിക്കൊണ്ട് ഇവിടെ ഇപ്പോൾ ഭിന്നതയുടെ വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ് സനാതന ധർമ്മക്കാരെന്ന് പറയുന്ന കേസരി പോലെയുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സാമാന്യ ജനങ്ങൾ, ഹൈന്ദവരായിക്കോട്ടെ, മുസ്ലിം സഹോദരങ്ങളായിക്കോട്ടെ, അതേപോലെ ക്രൈസ്തവരായിക്കോട്ടെ, ഒക്കെ ചിന്തിക്കുന്നത് ഇവിടെ പൗരാണികമായിട്ടുണ്ടായിരുന്നതാണ് ഈ സനാതനധർമ്മമെന്നും, ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ധർമ്മമായിരുന്നെന്നും, ഇവിടുത്തെ പാവപ്പെട്ട എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും അങ്ങനെയൊക്കെ അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആര്? ഇവിടുത്തെ ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസിയുമായിട്ട് അന്ന് വന്ന ആര്യന്മാരുടെ പിൻഗാമികൾ. അവരിന്ന് ഭരണതലത്തിലും അവരിന്ന് എല്ലാ മേഖലകളിലും അറിയാതെ, ആരും അറിയാതെ തന്നെ അവരുടെ സ്വാധീനം ഉറപ്പിച്ച് അത് നമ്മുടെ തലച്ചോറിലേക്ക് അവർ കുത്തിവെച്ചിരിക്കുകയാണ്. അപ്പം അത് നേരായിരിക്കുമെന്ന് പലരും വിചാരിക്കുന്നു. അങ്ങനെ അല്ല. വാസ്തവത്തിൽ അതായിരുന്നില്ല, ഇതായിരുന്നു സത്യം എന്നുള്ളത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര ഗൗരവത്തോടെ ഇത് പഠിപ്പിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെ നിസ്സാരമായി നിങ്ങൾ കാണരുത്. കാരണം അടുത്ത തലമുറ നാം ഇത് ശരിയായ വിധത്തിൽ മനസ്സിലാക്കാതെ ഇരുന്നാൽ അടുത്ത തലമുറയിൽ ഇവർ കുത്തിവെക്കുന്ന വിഷം
ഈ പറയുന്നതായിട്ടുള്ള സനാതന ധർമ്മക്കാർ കുത്തിവെക്കുന്ന വിഷം ഇവിടെ ഭയങ്കരമായ വേർതിരിവുകൾ ഉണ്ടാകുകയും അടിമത്തത്തിലേക്ക് സാമാന്യ ജനങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. എൻ്റെ മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞതുപോലെ 15% താഴെ മാത്രമുള്ള ഈ ആര്യവർഗം ഭാരതത്തിൽ ഇന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഈ ആര്യവർഗം 85% വരുന്ന ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങളുടെ മേൽ ആധിപത്യം എടുത്തിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ ആദിവാസികളായിരിക്കുന്ന വനവാസികൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന പാവപ്പെട്ട ജനത്തിന്റെ മേൽ ഇവർ കുതിര കയറുകയാണ്. അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കുവാനോ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുവാനോ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം ക്രൂരതയുടെ കൂരമ്പുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് ഒരു ഇന്റലക്ച്വൽ തടയിടുക അത്യാവശ്യമാണ്. ഇവിടുത്തെ സാമാന്യ ജനങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകണം. ഞാൻ പറഞ്ഞല്ലോ, ആര്യന്മാരുടെ പിന്തുടർച്ചക്കാരായിട്ടുള്ള ആളുകളിലും നല്ല പങ്ക് ആളുകൾ വളരെ നല്ല മനുഷ്യരാണ്. അവരിവിടുത്തെ തദ്ദേശീയരുമായിട്ട് ഇടകലർന്ന് അവരുടെ ആശയങ്ങളുമായിട്ട് ഇടകലർന്ന് അവർക്ക് വേണ്ടി വാദിക്കുന്നവരാണ്. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇവിടെ നമുക്ക് ഈ വസ്തുതകളെല്ലാം കൃത്യമായി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ രൂപപ്പെട്ടത്. അത് കൊണ്ടുവന്നത് ക്രൈസ്തവ മിഷണറിമാരാണ്. ക്രൈസ്തവ സംഭാവനകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് വസ്ത്രം ധരിക്കാനുള്ള അവകാശം കിട്ടിയതും അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ മിഷ്ടാനമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതും ഇഷ്ടം പോലെ കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായതും അതുപോലെ വിദ്യ അഭ്യസിക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചൊക്കെ അതിനെ വീണ്ടും തട്ടിത്തെറിപ്പിക്കാനാണ് ഈ ആര്യന്മാരുടെ പിന്തുടർമ്മക്കാരായിട്ടുള്ള ഈ പറയുന്ന സനാതന ധർമ്മികൾ ആഗ്രഹിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തടസ്സപ്പെടുത്തുവാൻ ഇതുപോലുള്ള വിജ്ഞാനപ്രദമായിട്ടുള്ള വസ്തുതകളെ ചരിത്രത്തിന്റെ അവർ മറച്ചുവെക്കാൻ ആഗ്രഹിക്കുന്ന, അവര് തമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നവരെ ചികഞ്ഞെടുത്ത് കൃത്യമായി അവരുടെയും സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ആ വലിയ ദൗത്യം, അത് സുവിശേഷീകരണത്തിന്റെ ഭാഗമായി, പ്രേക്ഷിത ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടതുകൊണ്ടാണ് ഇത് പറയണമെന്ന് ആഗ്രഹിച്ചത്. ഞാനിത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പഠിച്ചതും പഠിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത്ര പച്ചയ്ക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന്റെ കാരണമാണ് പറഞ്ഞത്, കേസരിയിലൊക്കെ വന്ന ആർട്ടിക്കിള് അതിവിടെ എന്തുമാത്രം ഭിന്നത ഉണ്ടാക്കും, ക്രൈസ്തവ സമൂഹത്തെ എന്തുമാത്രം തുച്ഛീകരിക്കാൻ അവര് മെനക്കെടുന്നു എന്നുള്ളതിന്റെ പച്ചയായ തെളിവുകളാണ്. ഒരിക്കലും അവര് മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ തിരിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ക്രൈസ്തവർക്കെതിരെ ഇനിയും അവർ തിരിയാൻ പോകുന്നത് ഇവിടുത്തെ പാവപ്പെട്ട അല്ലെങ്കിൽ അവർണരായിട്ടുള്ള സാമാന്യ ജനങ്ങൾക്കെതിരെയാണ്. മുൻകണ്ടുകൊണ്ട് തന്നെയാണ് ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഐക്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ സ്വീകരിക്കണം, ഇത് നിങ്ങൾ പ്രചരിപ്പിക്കണം. ഇത് വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ ക്ഷത്രിയരിലേക്ക് വീണ്ടും വരികയാണ്. ക്ഷത്രിയര് സംരക്ഷണം, യുദ്ധം, ഭരണം അത് അവരുടെ ഉത്തരവാദിത്വമാണ്. വൈശ്യർ കൃഷി, വ്യാപാരം, പശുപാലനം, ധനകാര്യം. ശൂദ്രര് ഇവരെല്ലാം സേവിക്കുക. മനുസ്മൃതി 1:88 മുതൽ 91 വരെ പറയുന്നത് സാമ്പത്തിക ജോലികളും വർണ്ണങ്ങൾക്കനുസരിച്ച് ദൈവികമായി വിധിച്ചു. അതൊക്കെ ദൈവിക പരിപോഷം അവിടേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇതിലൊക്കെ വിധിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്താൽ തന്നെയാണ് എന്ന് അവരുടെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ഇനി സ്വത്തിന്റെ ഉടമസ്ഥാവകാശം അത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഭൂമി ഉടമസ്ഥാവകാശമുണ്ട്. ശൂദ്രർക്ക് ഭൂമി ഉടമസ്ഥാവകാശം വളരെ പരിമിതമായിരുന്നു. അവർ സാധാരണയായി കൂലിപ്പണിക്കാർ മാത്രമായിരുന്നു. ദാനം അഥവാ ദക്ഷിണ സ്വീകരിക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. റോമിള താപ്പർ എന്ന് പറയുന്ന ആ വന്ധ്യ വനിത ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്: സ്വത്തവകാശങ്ങൾ സമാനമായിരുന്നില്ല, അവയെ ഉയർന്ന വർണ്ണങ്ങളുടെ ആധിപത്യം നിലനിർത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരുന്നു. Property rights were not equal. They were structured to preserve the dominions of the higher varnas. നികുതി സംവിധാനവും രാജാവിന് ജനങ്ങളിൽ നിന്ന് നികുതി അല്ലെങ്കിൽ അവരുടെ സ്വത്തിന്റെ ഭാഗം ഈടാക്കാനുള്ള അവകാശം സാധാരണയായിട്ടുള്ള വിളവിന്റെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/6 മുതൽ 10 വരെ രാജാവിന് അവകാശപ്പെട്ടാണ്. ദശാംശം മാത്രമല്ല, അതിൽ കൂടുതൽ 12% കൊടുക്കേണ്ടിയ കാലഘട്ടമായിരുന്നു. നിധി സമാഹരണം ധർമാനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് അധീനത ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മനുസ്മൃതി 7:130 പറയുകയാണ്, രാജാവ് വിളവിന്റെ 1/6 ശേഖരിക്കട്ടെ, അതാണ് അവന്റെ സംരക്ഷണത്തിനുള്ള പ്രതിഫലം. ഇനി വ്യാപാരവും ധനകാര്യവും.
വ്യാപാരം വൈശ്യരുടെ കടമയാണ്. പക്ഷേ വ്യാപാരത്തിൽ വഞ്ചന, അധിക ലാഭം, പലിശ വെട്ടിപ്പ് എന്നിവയ്ക്ക് കടുത്ത നിയമങ്ങളുണ്ടായിരുന്നു. പലിശയ്ക്ക് പരിമിതികളുണ്ടായിരുന്നു. ബ്രാഹ്മണർക്ക് കുറഞ്ഞ പലിശ മാത്രമേ ആകാവൂ. ശൂദ്രർക്ക് കൂടുതൽ പലിശ ചുമത്താമെന്ന് അനുവദിക്കപ്പെട്ടു. ഇത് വീണ്ടും വർണ്ണ അസമത്വം ശക്തിപ്പെടുത്തി. അപ്പൊ സാമ്പത്തിക നിയന്ത്രണത്തിന്റെ ഫലങ്ങളായിട്ട് തൊഴില്, വ്യാപാരം, സ്വത്തവകാശം എല്ലാം ജനാധിഷ്ഠിതമായി നിയന്ത്രിച്ചതുകൊണ്ട് സാമൂഹ്യ ഗതാഗതം അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റി തടയപ്പെട്ടു. ബ്രാഹ്മണരും ക്ഷത്രിയരും അധികാര ആഡംബര ജീവിതത്തിന് ഇടം നേടി. വൈശ്യർ സാമ്പത്തിക ഉൽപാദനം കൈകാര്യം ചെയ്തു. ശൂദ്രരാകട്ടെ ആശ്രിത തൊഴിലാളികളായിട്ട് നിലനിൽക്കേണ്ടി വന്നു. അപ്പൊ അതിനെക്കുറിച്ച് കൊശാംബി എന്ന് പറയുന്ന ആ വ്യക്തി, ഡി കൊശാംബി, ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്: മനുസ്മൃതിയുടെ സാമ്പത്തിക ദർശനം വളർച്ചയ്ക്കല്ല, മറിച്ച് സാമൂഹിക ക്രമീകരണങ്ങളെയും പദവിക്രമത്തെയും സംരക്ഷിക്കുന്നതിനായിട്ടാണ് രൂപകൽപ്പന ചെയ്തത്. ദ എക്കണോമിക് വിഷൻ ഓഫ് ദ മനുസ്മൃതി വാസ് ഡിസൈൻ നോട്ട് ഫോർ ഗ്രോത്ത് ബട്ട് ഫോർ പ്രിസർവേഷൻ ഓഫ് ഹൈറാർക്കി. അതിനാൽ മനുസ്മൃതിയിലെ സാമ്പത്തിക ആശയങ്ങൾ സാമൂഹ്യ വിഭജനത്തെ നിയമപരവും മതപരവുമായ അടിത്തറയിൽ ഉറപ്പിച്ചു. ജന്മാധിഷ്ഠിത തൊഴിൽ വിഭജനത്തെ ശാശ്വതമാക്കി മാറ്റുവാൻ ഇടയായിത്തീർന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതാണ് സാമൂഹ്യപരമായിട്ടും ധനപരമായിട്ടും നമ്മുടെ രാജ്യത്ത് ഈ ആര്യന്മാര് മനുസ്മൃതിയിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചതായിട്ടുള്ള ഈ വർണ്ണവിവേചനങ്ങളും തൽഫലമായിട്ട് നമ്മുടെ രാജ്യത്തുണ്ടായ സ്റ്റാഗ്നേഷനും എന്ന് പറഞ്ഞാൽ നിശ്ചല അവസ്ഥയും. ഞാനിത് സീരീസ് ഓഫ് ടോക്ക് ആയിട്ട് തന്നെ തരുന്നതായിരിക്കും. അതിൻ്റെ അടുത്ത എപ്പിസോഡ് നമുക്ക് കേൾക്കും വരെയും നന്ദി, നമസ്കാരം.